അപ്പോൾ എറണാകുളത്ത് ഒരു 14-കാരന് കഞ്ചാവും മദ്യവും നൽകിയെന്ന പരാതി വ്യാജമെന്ന് പോലീസ്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. തനിക്ക് ആരും നിർബന്ധിച്ച് കഞ്ചാവും മദ്യവും നൽകിയിട്ടില്ലെന്നായിരുന്നു കുട്ടിയുടെ മൊഴി. ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലാൽ, ഇപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്താണ്? അത്തരത്തിലൊരു വ്യാജ പരാതി വരാനൊരു കാരണം എന്താണ്? ശരിക്കും സംഭവിച്ചത് എന്താണ്? ക്രിസ്റ്റീന, നമ്മൾ ഈ കുട്ടികളുടെ ഇടയിൽ ഇത്തരം വസ്തുക്കൾ വ്യാപകമായി ഒഴുകുന്നുണ്ട്, അത് അന്വേഷിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ അത്തരം വസ്തുക്കൾ ഒഴുകുന്നുണ്ട് എന്ന വ്യാജ പരാതികളും വരുന്നുണ്ട് എന്നതിനൊരു ഉദാഹരണമാണ് ഈ സംഭവം എന്ന് പറയാം. 2 ആഴ്ച മുമ്പാണ് മുത്തശ്ശിയും മുത്തശ്ശിയുടെ കാമുകനും ചേർന്ന് കഞ്ചാവും മയക്കുമരുന്ന് നൽകി എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. കുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് പരാതിയായി നൽകിയത്. ഈ സംഭവം ചില മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വരികയും അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പോലീസിൻ്റെ അത് അന്വേഷണം നടത്തുകയാണ് ചെയ്തത്. ഈ പയ്യനെ തന്നെ വിളിച്ച്, 14-കാരനെ തന്നെ വിളിച്ച് അവനോട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ആരും ഇത്തരം സാധനങ്ങളൊന്നും തന്നിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. പക്ഷേ ആ ഒരു മൊഴി കൊണ്ട് മാത്രം നിൽക്കാതെ അതിൻ്റെ അകത്ത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ അമ്മൂമ്മയോടുള്ള, മുത്തശ്ശിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഈ അടുത്ത ബന്ധുക്കൾ ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്ന് ബോധ്യപ്പെട്ടത്. മുത്തശ്ശിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളും തർക്കങ്ങളും അതിന് പരിഹാരം കാണാതെ വന്നതോടുകൂടിയാണ് ഒരു പരാതിയുടെ രൂപത്തിൽ ഇതിനെ കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയും കുട്ടിക്ക് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ നൽകി എന്നുള്ള രീതിയിൽ ഒരു കെട്ടിച്ചമച്ച പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും പരാതി വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്ന ഒരാളെയാണ് ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടുണ്ടായിരുന്നത്. അയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയക്കുകയും ചെയ്തിരുന്നു. പരാതി കൃത്യമായും വ്യാജമാണെന്നും കെട്ടിച്ചമച്ചാണെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പോലീസ് എടുത്ത FIR ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലാണ് കുട്ടിയുടെ വിശദമായ മൊഴിയിൽ നിന്ന് തന്നെ ആരും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് ഷീല സണ്ണിയെ ഓർക്കുന്നത്. വ്യാജലഹരി കേസിലാണ്. അതെ, 72 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ലഹരിയുടെ ഒക്കെ ഉപയോഗം മറ്റൊരു തരത്തിൽ നമ്മൾ അപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും കേസെടുക്കുന്ന സമയത്ത് പ്രാഥമികമായ അന്വേഷണം നടത്തി കുറ്റം നടന്നിട്ടുണ്ട്, കുറ്റവാളി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ കേസെടുക്കാവൂ. അവരും പോലും അറിയാതെ അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് ഇതുപോലെ തന്നെ സത്യം പുറത്തു കൊണ്ടുവരാൻ പോലീസിനാകട്ടെ, നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കാകട്ടെ, നമുക്കും കാരണം നമ്മൾ ഈ പോരാട്ടം നടത്തി അവസാനം പോരാടിയവർക്ക് തന്നെ പറയാവരുത് അല്ലേ? ലഹരി ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ കൊടുക്കരുത്. ലഹരി ഉപയോഗിക്കുന്നു പറഞ്ഞ് ലഹരി ഉപയോഗിക്കാത്തവരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.